എല്ലാവർക്കും സിനിമ മീനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഗംഭീര തട്ടിപ്പിന്റെ സിനിമയാണ്. സ്റ്റെഫിനി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, ഒരു സാധാരണ ടിപ്പിക്കൽ വീട്ടമ്മയാണ് സ്റ്റെഫിനി. അവൾക്ക് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞൊരു ബോറിംഗ് ലൈഫാണ് പുള്ളിക്കാരത്തിയുടെ. പിന്നെ അവളുടെ മെയിൻ വിനോദം എന്ന് പറയുന്നത് അവൾക്ക് സ്വന്തമായിട്ടൊരു കുക്കിംഗ് വ്ളോഗ് ഉണ്ട് യൂട്യൂബിനകത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എമിലി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടുന്നത്. ഈ എമിലി പെട്ടെന്ന് അങ്ങ് കാണാണ്ടാവുന്നു. അവളെ തേടി ഇറങ്ങുകയാണ് സ്റ്റെഫിനി. അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തമില്ല. പോലീസുകാർക്കാണെങ്കിൽ അന്വേഷിച്ചിട്ട് ഒരു തേങ്ങ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് സ്റ്റെഫിനി അങ്ങ് കളത്തിലിറങ്ങുന്നത്. ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങളായിട്ട് കണ്ടറിഞ്ഞോ. സിനിമയുടെ അവസാനത്തിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഗംഭീര ട്വിസ്റ്റൊന്നുമില്ല, മിക്ക ആൾക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ട്വിസ്റ്റാണ്. പക്ഷെ എന്നാലും ഈ സിനിമ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. പിന്നെ സിനിമയുടെ പേര് എ സിമ്പിൾ ഫേവർ. ഒരു കുക്കിംഗ് വ്ളോഗ് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ തുടക്കം. ഇതാണ് സ്റ്റെഫിനി, നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം. സ്റ്റെഫിനി ഒരു സാധാരണ വീട്ടമ്മയാണ്. സ്റ്റെഫിനി കുക്കിംഗ് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും കൂടെ എമിലിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോഴാണ് സ്റ്റെഫിനി എമിലിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നത്. എമിലി സ്റ്റെഫിനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെ കാണാതായിട്ട് ഇന്നേക്ക് 5 ദിവസമായി. അവളെക്കുറിച്ച് ഒരറിവുമില്ല. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. എമിലിനെ കാണാതാവുന്നതിന് മുമ്പ് എമിലി സ്റ്റെഫിനിയോട് ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് അവളുടെ മകനായ നിക്കീനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാനായിരുന്നു. പക്ഷെ ഇപ്പം മകനെയും പിക്ക് ചെയ്തിട്ട് ഏകദേശം 5 ദിവസമായി. പക്ഷെ എമിലി ഇതുവരെ വന്നിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ് സ്റ്റെഫിനിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റെഫിനി എങ്ങനെയാണ് എമിലിനെ പരിചയപ്പെട്ടതെന്നുള്ളത് പറയുന്നത്. കുറച്ചാഴ്ചകൾക്ക് മുമ്പെയാണ് സ്റ്റെഫിനി എമിലിനെ ആദ്യമായിട്ട് കാണുന്നത്, അതും അവരുടെ മക്കളുടെ സ്കൂളിൽ വെച്ചിട്ട്. സ്റ്റെഫിനിയുടെ മകൻ്റെ പേരാണ് മൈൽസ്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ വെച്ചിട്ട് ഒരു ഫുഡ് ഡേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സ്റ്റെഫിനി പോയിട്ടുമുണ്ട്. സ്റ്റെഫിനി ആണെങ്കിൽ മറ്റുള്ള പേരൻസിൻ്റെ പോലെയല്ല, ആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പക്ക ആക്റ്റീവ്. പക്ഷെ ഇതാണെങ്കിൽ ബാക്കിയുള്ള പേരൻസിന് അത്ര വലിയ താല്പര്യമില്ല കേട്ടാ, ഒരു തരം അസൂയ, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, സ്റ്റെഫിനിയുടെ മകൻ മൈൽസും നിക്കിയും തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. നിക്കിയുടെ അമ്മയാണ് എമിലി. ബാക്കിയുള്ള പേരൻസിന് എമിലിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല. അതിൻ്റെ കാരണം വേറൊന്നുമില്ല, ഡെന്നീസ് എന്ന് പറയുന്ന ഒരു റിച്ച് മനുഷ്യനുണ്ട്. അയാളുടെ PR ആണ് എമിലി. അത്രയും വലിയ റിച്ച് മനുഷ്യൻ്റെ PR എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, അവളുടെ പോലത്തെ ഒരു ലൈഫ് കിട്ടാത്തതിൽ മറ്റുള്ള പേരൻസിനൊക്കെ അവളോട് ഭയങ്കര അസൂയുണ്ട്. പിന്നെ പോരാത്തതിന് എമിലി ആണെങ്കിൽ ഒരു പൊങ്ങച്ചക്കാരിയാണ്, ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ എന്താണെന്നും ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ സ്കൂളിലത്തെ പരിപാടിയും കഴിഞ്ഞ് സ്റ്റെഫിനി മൈൽസിനായിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് നിക്കി വന്നിട്ട് അവർക്ക് ഒരുമിച്ച് കളിക്കണം എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റെഫിനിക്കാണെങ്കിൽ അങ്ങനെ നിക്കിയെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അവൻ്റെ അമ്മയുടെ പെർമിഷൻ ഇല്ലാണ്ട് എങ്ങനെയാണ് കൊണ്ടുപോവുക? ആ സമയത്താണ് എമിലിയുടെ മാസ് എൻട്രി. ഏതൊരാളുടെയും കണ്ണ് തള്ളുന്ന രീതിയിലായിരുന്നു എമിലിയുടെ എൻട്രി. ഒരു പോർഷ് കാറിൽ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് വൻ ഗെറ്റപ്പിലാണ് എമിലി വന്നത്. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇവളോട് അസൂയാന്നുള്ളത്. എമിലിയുടെ എൻട്രി കണ്ടിട്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് സ്റ്റെഫിനി. അങ്ങനെ എമിലി വന്നിട്ട് മകനോട് പോവാന്ന് പറയുന്നു. എന്നാൽ നിക്കിയാണെങ്കിൽ വരാൻ കൂട്ടാക്കുന്നില്ല. അവൻ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മൈൽസിൻ്റെ ഒപ്പം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നിവൃത്തിയില്ലാതെ കളിക്കാൻ പോവാന്നങ്ങ് സമ്മതിച്ചു. അപ്പോഴാണ് എമിലിയും സ്റ്റെഫിനിയും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ അവർ പരിചയപ്പെട്ടു. സ്റ്റെഫിനി, നമുക്കൊരു മാർട്ടീനി അടിച്ചാലോ? ഈ മാർട്ടീനി എന്ന് പറയുന്നത് മദ്യമാണ് കേട്ടാ. ഇപ്പം കണ്ട ഒരാളോട് 2 അടിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലായി കാണുമല്ലോ, പുള്ളിക്കാരത്തി ഒരു സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ആരെന്ത് വിചാരിക്കുന്നൊന്നും പുള്ളിക്കാരത്തിക്കില്ല. എന്താണോ വായിൽ വരുന്നത് അതങ്ങ് മുഖത്തടിച്ച് ചോദിക്കും. അതാണ് പുള്ളിക്കാരത്തിയുടെ ഒരു പ്രകൃതം. എന്നാൽ ഈ ഒരു പ്രകൃതം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ സ്റ്റെഫിനി അതൊന്നും വലിയ മൈൻഡാക്കുന്നില്ല. അങ്ങനെ സ്റ്റെഫിനി ഓക്കെ എന്നും പറഞ്ഞ് എമിലിയുടെ കൂടെ പോകുന്നു അവളുടെ വീട്ടിലോട്ട്. ഇവർ പോകുന്നത് കണ്ടിട്ട് മറ്റുള്ള പേരൻസ് ആണെങ്കിൽ സ്റ്റെഫിനിയുടെ കാര്യം പോക്കാന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവർ വീട്ടിലെത്തി. എമിലിയുടെ വീട് കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് സ്റ്റെഫിനി. റിച്ച് എന്നൊക്കെ പറഞ്ഞ ഒടുക്കത്തെ റിച്ച്. പക്ഷെ ഇതൊന്നുമല്ല ഹൈലൈറ്റ്. കയറി ചെല്ലുമ്പോൾ തന്നെ എമിലിയുടെ ഒരു നേക്കഡ് ഫോട്ടോയുടെ പെയിന്റിംഗ് ആണ് ചുവരിൽ വെച്ചിട്ടുള്ളത്. ഇത്രയും നേരം കണ്ടതൊക്കെ പോട്ടെ, ഈ ഒരൊറ്റ കാര്യം മതി ഇവളൊരു പ്രത്യേക ടൈപ്പാന്നുള്ളത് മനസ്സിലാക്കാൻ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇമാതിരി പെയിന്റിംഗ് ഒക്കെ കണ്ട ആരായാലും ഞെട്ടിപ്പോവും. പ്രത്യേകിച്ച് പിള്ളേരൊക്കെയുള്ള വീട്ടിൽ ഇങ്ങനത്തെ ഒരു പെയിന്റിംഗ് വെക്കുക എന്ന് പറയുന്നത് ഒട്ടും സ്യൂട്ട് അല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു പെയിന്റിങ്ങിനെ കുറിച്ച് ചോദിക്കുകയാണ് സ്റ്റെഫിനി. ഇവള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പൈസക്ക് വേണ്ടി പെയിന്റർമാർക്ക് മോഡലായിട്ട് നിന്ന് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫേമസ് പെയിന്റർക്ക് ഇവളോട് നല്ല ഒബ്സഷനായിട്ട് ഇവളുടെ കുറേ ഫോട്ടോസ് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇവൾ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് ഈ പെയിന്റിങ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റെഫിനി എന്തോ ഒരു കാര്യത്തിന് അറിയാണ്ട് സോറി പറയുന്നത്. എന്നാൽ സോറി എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഹാബിറ്റിന് ചേർന്നതല്ല എന്നാണ് എമിലി സ്റ്റെഫിനിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം. അങ്ങനെ എമിലി അവളുടെ ഭർത്താവിനെ കുറിച്ച് പറയാൻ ആരംഭിക്കുന്നു. ഹസ്ബൻഡിന്റെ പേരാണ് ഷോൺ. ഷോൺ ഒരു 10 വർഷം മുന്നേ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവരെന്നാണോ ഇഷ്ടത്തിലായത് അതിനുശേഷം പുള്ളിക്കാരൻ എഴുതിയിട്ടുമില്ല. ഈ അവസാനം എഴുതിയ ബുക്കാണെങ്കിൽ സ്റ്റെഫിനി വായിച്ചിട്ടുണ്ട് കേട്ടാ. സിംഗിൾ പേരന്റ് ആയതിനു ശേഷം ഫസ്റ്റ് വായിച്ച ബുക്കാണ് ഷോണിന്റെ ബുക്ക്. ഇത് കേട്ടേക്ക് സ്റ്റെഫിനിയുടെ ഭർത്താവിന് എന്താ പറ്റിയെന്നാണ് എമിലി ചോദിക്കുന്നത്.
ഒരു കാർ ആക്സിഡന്റിൽ പെട്ടിട്ടാണ് ഹസ്ബൻഡ് മരിക്കുന്നത്. കൂടെ അവളുടെ ചേട്ടനും ഉണ്ടായിരുന്നു. സോ ഒരേ ദിവസം 2 പേര്. എന്താലേ, എന്തോ ഒരു ഭാഗ്യത്തിന് ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്ലെയിം ചെയ്ത് കിട്ടിയ പൈസ കൊണ്ടാണ് ഇവളും മകനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോരാത്തിന് അവൾക്കാണെങ്കിൽ ഒരു കുക്കിംഗ് ചാനലും ഉണ്ടല്ലോ. അതിൽ നിന്ന് അങ്ങനെ വരുമാനമൊന്നുമില്ല, പക്ഷെ എന്നാലും അത് അത്യാവശ്യം വരുമാനാക്കാൻ വേണ്ടിയിട്ട് അവൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോഴാണ് എമിലിയുടെ കയ്യിലായിട്ടൊരു ടാറ്റു കാണുന്നത്. അതിൻ്റെ മുകളിലൊരു ചാരിറ്റി സിമ്പിളൊക്കെ ഉണ്ട്. ഇതൊന്നും പോരാണ്ട് ഒരു മോതിരം കൂടി കാണുന്നുണ്ട്. ഈ മോതിരാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നും. എടോ, മോതിരം കൊള്ളാലോ. ഓ, ഇത് ഷോണിന്റെ അമ്മ തന്നതാ. ഷോണിന്റെ അമ്മയ്ക്ക് അവരുടെ അമ്മ കൊടുത്തതാ. ചുരുക്കി പറഞ്ഞ തലമുറകളായിട്ട് കിട്ടിയൊരു മോതിരം, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ സമയത്താണ് ഷോൺ വരുന്നത്. അങ്ങനെ അവർ തമ്മിലും പരിചയപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എമിലി മറ്റൊരു കാര്യം പറയുന്നത്. ഞങ്ങള് കുറച്ച് കടത്തിലാണ്. ആകെ മൊത്തത്തിൽ പറഞ്ഞ പ്രശ്നങ്ങളാണ് ഇവിടെ. ഇതിൻ്റെ ഇടയിൽ മകന്റെ കാര്യം മര്യാദക്ക് നോക്കാനും പറ്റുന്നില്ല. സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ടിരലും കൊണ്ടാക്കലൊക്കെ ഭയങ്കര ചടങ്ങായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ജോലിക്കാരിയെ വെക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ നല്ലൊരാളെ കിട്ടണ്ടേ. ഇത് കേട്ടേക്ക് സ്റ്റെഫിനി പറയാണ്, നിനക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ. ഒരു നൈറ്റ് ഓഫ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മകനെ ഞാൻ പിക്ക് ചെയ്യാം. അതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല. അങ്ങനെ ഇതൊക്കെ സംസാരിച്ച് അവരങ്ങ് കമ്പനിയാവുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എമിലി വിളിക്കുന്നു, മോനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുമെന്നും ചോദിച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ. പക്ഷെ സ്റ്റെഫിനിക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഇവൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ആകെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് എമിലി. അവളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവൾക്ക് സന്തോഷം മാത്രമാണുള്ളത്. അങ്ങനെ അന്ന് വൈകുന്നേരം എമിലി നിക്കിയെ പിക്ക് ചെയ്യാൻ വരുന്നു. ആ സമയത്താണ് സ്റ്റെഫിനി എമിലിയുടെ ഒരു ഫോട്ടോ എടുക്കുന്നത്. ഇത് കണ്ടിട്ട് എമിലി ആണെങ്കിൽ അങ്ങ് ദേഷ്യപ്പെടുന്നു. ദേഷ്യപ്പെടുക എന്ന് മാത്രമല്ല, അത് ഡിലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. സ്റ്റെഫിനി, മര്യാദക്ക് ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. എന്റെ ഫോട്ടോ എടുക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് വൻ സീനാക്കണം എമിലി. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നതിന് എന്തിനാണ് ഇവൾ ഇത്രയും സീനാക്കുന്നതെന്നൊക്കെ വിചാരിച്ചാകെ ബാഡായിട്ടാണ് സ്റ്റെഫിനി നിൽക്കുന്നത്. അങ്ങനെ സ്റ്റെഫിനി ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. ഇത് കണ്ടേക്ക് എമിലി ആണെങ്കിൽ ബാക്ക് ടു നോർമൽ ആവുന്നു. ദേഷ്യമില്ല, ഒരു കോപ്പുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എമിലിയുടെ ബോസായ ഡെന്നിസ് വിളിക്കുന്നത്. ഇങ്ങേരെന്തോ ജോലിയുടെ കാര്യം പറയാനാണ് വിളിക്കുന്നത്. പക്ഷെ അയാൾക്ക് പറയാനുള്ള കേൾക്കാനൊന്നും എമിലിക്ക് നേരമില്ല. എമിലി അങ്ങോട്ട് കയറി ചൂടാവുകയാണ്. സാധാരണ ഈ ബോസിനോടൊന്നും ആരും ചൂടാവാറില്ല. പിന്നെ അറിയാലോ, പ്രത്യേക ടൈപ്പ്. ഏത്? ഇതൊക്കെ കേട്ടിട്ട് സ്റ്റെഫിനി ആണെങ്കിൽ ആകെ കിളി പറന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് എമിലി ഒരു ലെസൺ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നേർക്ക് വരികയാണെങ്കിൽ അവരോട് അതിനേക്കാൾ കട്ടിയുള്ള ഭാഷയിൽ വേണം സംസാരിക്കാൻ. അങ്ങനെ ആകുമ്പോൾ അവർ നമുക്കൊരു വില തരും എന്നൊക്കെയാണ് എമിലി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒന്നും 2 അടിച്ചാലോ എന്നും പറഞ്ഞിട്ട് നേരെ എമിലിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആ സമയത്താണ് ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ഭാഗമായിട്ട് സ്റ്റെഫിനി സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു ബ്രേസ്ലെറ്റ് എമിലിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അവർ കുടിച്ചാകെ ലെക്ക് ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് എമിലിയുടെ പെർഫ്യൂമിനെ കുറിച്ച് ചോദിക്കുന്നത്. എമിലീന് എപ്പോഴും നല്ല സ്മെല്ലാണ്. അങ്ങനെ ഒരു പെർഫ്യൂമിന്റെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആ ഒരു ഫോട്ടോയുടെ കേസാണ് സ്റ്റെഫിനി എടുത്തിടുന്നത്. ആ ഫോട്ടോ എടുത്തതിന് ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഫോട്ടോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കാറുമില്ല. പിന്നെ എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ആദ്യമായിട്ടാണ് ഒരാൾ ഇത്രയും നേരം എൻ്റെ കൂടെ സർവൈവ് ചെയ്യുന്നത്. അത് തന്നെ വലിയ അത്ഭുതം. അല്ല, നിന്റെ വിചാരം എന്താ? ഞാൻ പാവാന്നാ? ഞാൻ അത്രയ്ക്ക് പാവൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഓരോ ഡാർക്ക് സൈഡ്. അതേപോലെ എനിക്കും ഉണ്ട്. ഇത് കേട്ടേക്ക് എമിലി ആണെങ്കിൽ ഒരു ഗെയിം കളിക്കാന്നാണ് പറയുന്നത്. മറ്റേ ട്രൂത്ത് ഓർ ഡെയർ ഉണ്ടല്ലോ, ആ ഗെയിം. ഇവരുടെ ലൈഫിലുണ്ടായ ഏറ്റവും വൈൽഡ് ആയിട്ടുള്ള ആരോടും പറയാത്തൊരു സീക്രട്ട് ഇപ്പോൾ ഇവിടെ വെച്ച് തുറന്നു പറയണം. അതാണ് ഗെയിം. ഇത് കേട്ടേക്ക് ആദ്യം കളിക്കാനില്ല എന്നൊക്കെയാണ് സ്റ്റെഫിനി പറയുന്നത്. പക്ഷെ എമിലി ആണെങ്കിൽ ആരോടും പറയാത്തൊരു സീക്രട്ട് ഇവിടെ വെച്ചിട്ട് അങ്ങ് തുറന്നു പറയുന്നു. സോ ഇനി സ്റ്റെഫിനിയാണ് പറയേണ്ടത്. അങ്ങനെ സ്റ്റെഫിനി പറയാൻ ആരംഭിച്ചു. പക്ഷെ ആ ഒരു സീക്രട്ട് അങ്ങനെ എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒന്നല്ല. അത്രയും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സീക്രട്ട് ആണത്. സ്റ്റെഫിനിയുടെ അച്ഛനാണ് അവളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അച്ഛൻ മരിച്ച സമയത്ത് ഇവൾക്ക് നല്ല ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവളുടെ സ്റ്റെപ്പ് ബ്രദർ അച്ഛൻ്റെ ഫ്യൂണറലിന് വരുന്നത്. അങ്ങനെ ഇവരൊരു രാത്രി മൊത്തം സംസാരിച്ച് അവർ പോലും അറിയാണ്ട് പ്രണയത്തിലാവുന്നു, സെക്സിൽ ഏർപ്പെടുന്നു. സ്വന്തം ബ്രദറുമായിട്ട്. മനസ്സിലായി കാണുമല്ലോ. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് എമിലി ആണെങ്കിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ തമാശ പോലെയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എമിലി വിളിച്ചിട്ട് ഇന്ന് നിക്കീനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അർജന്റായിട്ട് വർക്ക് ഉണ്ട്. ഷോൺ ആണെങ്കിൽ അവൻ്റെ അമ്മയുടെ ഹിപ്പ് പൊട്ടിയിട്ട് ലണ്ടനിലേക്ക് പോയിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ടേക്ക് സ്റ്റെഫിനി ആണെങ്കിൽ ഓക്കെ എന്നാണ് പറയുന്നത്. അവൾക്ക് നിക്കിനെ നോക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ എമിലി പറയാണ്, നീ നല്ലൊരു ഫ്രണ്ടാണ്. ഇത് കേട്ടേക്ക് സ്റ്റെഫിനി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. അങ്ങനെ വൈകുന്നേരം പതിവ് പോലെ മൈൽസിനെയും നിക്കിനെയും വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നു. എന്നാൽ രാത്രിയായിട്ടും എമിലിയുടെ ഒരു വിവരമില്ല. സ്റ്റെഫിനി അവളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് കുറെ നോക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേന്നും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ സ്റ്റെഫിനി ഒന്നും നോക്കിയില്ല. എമിലി വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടുത്തെ അസിസ്റ്റന്റ് പറയാണ്, എമിലി അർജന്റായിട്ട് മയാമിയിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ എന്തിനാണ് പോയെന്നുള്ളത് ഈ അസിസ്റ്റന്റിനും അറിയില്ല, കമ്പനിയിലെ ബാക്കിയുള്ള എംപ്ലോയീസിനും അറിയില്ല. ഇത് കേട്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് സ്റ്റെഫിനി. കാരണം മയാമി എന്ന് പറയുന്ന സ്ഥലം നല്ല ദൂരെയാണ്.
അങ്ങോട്ടേക്ക് സ്വന്തം മകനെയും കൂട്ടാണ്ട് പോവാന്ന് പറയുമ്പോൾ, ഒറ്റയ്ക്ക് പോവാന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പോരാത്തതിന് അർജന്റ് വർക്ക് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ കമ്പനിയിലേക്ക് വിളിച്ചപ്പോൾ വർക്ക് എന്ന് പറയുന്നൊരു സംഗതി അവിടെ ഇല്ല. അങ്ങനെ രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു. ഇവൾക്കാണെങ്കിൽ പേടിയാവാൻ തുടങ്ങി. സോ ഷോണിന്റെ നമ്പർ തപ്പുന്നു, വിളിക്കുന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടേക്ക് ഷോൺ പറയാണ്, അല്ലെങ്കിൽ എമിലി ഇങ്ങനെ തന്നെയാണ്, ഇവിടുന്ന് മാറി നിൽക്കാൻ വല്ല ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവൾ അങ്ങ് യൂസ് ചെയ്യും. പ്രത്യേകിച്ച് നിക്കിയെ നോക്കാൻ ആരെങ്കിലും കിട്ടിയെന്നറിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അന്ന് നിക്കിയെ നോക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. അതേപോലെ നിക്കിയെ നോക്കാൻ ഇപ്പൊ താനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവളിവിടുന്ന് മുങ്ങിയിരിക്കുന്നത്. പക്ഷെ 2 ദിവസത്തിനൊക്കെ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പേടിയാവുന്നു. താൻ എന്തായാലും ടെൻഷൻ ആവണ്ട, ഞാൻ എന്തായാലും നാളെ തന്നെ അങ്ങോട്ട് വരാം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഷോൺ എത്തി. ഇവരാകെ ടെൻഷനിലാണ്. സോ ഇനിയിപ്പോൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പോലീസിൽ പരാതിപ്പെടുകയാണ് നല്ലത്. അങ്ങനെ പോലീസിൽ പറയുന്നു. അങ്ങനെ പോലീസുകാർ വരുന്നു, ചോദ്യം ചെയ്യാനും ആരംഭിക്കുന്നു. ഷോണും എമിലിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എമിലിക്ക് വേറെ ഏതെങ്കിലും എഫയർ ഉണ്ടോ എന്നൊക്കെയാണ് പോലീസുകാർ ചോദിക്കുന്നത്. അപ്പോൾ ഷോണ് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്നൊക്കെ. ഷോണ് മാത്രമല്ല, സ്റ്റെഫിനിയും അത് തന്നെയാണ് പറയുന്നത്. കാരണം അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അവൾക്ക് അത്രയും അറിയാം. അങ്ങനെ പോലീസുകാർ പറയാണ്, ആദ്യം തന്നെ മിസ്സിംഗ് പേഴ്സൺ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡുണ്ട്, അതിലേക്ക് അറിയിക്കാം. എന്നിട്ട് അവൾ തിരിച്ചു വന്നില്ലെങ്കിൽ മയാമിയിലെ ലോക്കൽ അതോറിറ്റിയെ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞ് അവർ പോകുന്നു. ഇവർ പോയതിന് ശേഷമാണ് ഷോൺ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ എമിലി ഇങ്ങനെ തന്നെയാണ്, എവിടേക്കാ പോകുന്നത്, എന്താ ചെയ്യുന്നത് ഒന്നും അറിയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ആക്കിയിട്ടാണ് വെക്കാറ്. ഇത് കേട്ടപ്പോഴാണ് സ്റ്റെഫിനി മറ്റേ ഫോട്ടോയുടെ കേസ് പറയുന്നത്. ഇത് കേട്ടേക്ക് ഇതേപോലെയുള്ള ഒരു സെയിം ഇൻസിഡന്റ് അവനും പറയുന്നു. ഒരിക്കൽ അവരുടെ ഫാമിലി ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടു എന്നും പറഞ്ഞിട്ട് വൻ സീനാക്കാണ് എമിലി. എന്തിന്, അവർ ഫേസ്ബുക്ക് അക്കൗണ്ട് വരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ച് നേരം വഴുകി. ഇനിയിപ്പോൾ അവിടെ വന്നാൽ ടാക്സി ഒന്നും കിട്ടില്ല. സോ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെ പിറ്റേ ദിവസം പതിവ് പോലെ സ്റ്റെഫിനി വ്ളോഗ് ചെയ്യാണ്. വ്ളോഗിന്റെ പ്രധാന ചർച്ചാ വിഷയം എമിലിയുടെ മിസ്സിംഗ് കേസും അതിന്റെ പ്രോഗ്രസ് ഒക്കെ തന്നെയാണ്. ഈ ഒരു കേസ് കാരണം സ്റ്റെഫിനിയുടെ സബ്സ്ക്രൈബേഴ്സ് മെല്ലെ മെല്ലെ കൂടാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോലീസിന്റെ അടുത്തുനിന്ന് വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ലാത്ത കാരണം ഇവൾക്ക് വല്ല തുമ്പും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എമിലി. അതിനു വേണ്ടിയിട്ട് ഇവൾ ആദ്യം തന്നെ പോകുന്നത് എമിലി വർക്ക് ചെയ്തിരുന്ന ഡെന്നീസിന്റെ ഓഫീസിലോട്ടാണ്. എന്നാൽ ഡെന്നീസിനാണേലും ശരി ബാക്കിയുള്ളവർക്കാണേലും ശരി ഒരു തേങ്ങയും പറയാനില്ല എമിലിയെ കുറിച്ച്. കമ്പനിക്കാർക്ക് എപ്പോഴാണോ ആവശ്യം അപ്പം എമിലി ഇങ്ങോട്ട് വരും, വർക്ക് ചെയ്യും, പോവും. ഇത്ര മാത്രമേ കമ്പനിക്കാർക്ക് അറിയൂ. പക്ഷെ ഇതുവരെ വന്നിട്ട് ഒരു തുമ്പും കിട്ടാണ്ട് തിരിച്ചു പോവാന്ന് പറയുമ്പോൾ അത് ശരിയാവില്ലല്ലോ. സോ ആരും അറിയാണ്ട് എമിലിയുടെ ക്യാബിന്റെ അകത്തോട്ടങ്ങ് കയറുന്നു, സെർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നു. കുറെ സെർച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് എമിലിയുടെ ഒരു ഫോട്ടോ കിട്ടുന്നത്. ഇന്നേ വരെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത എമിലിയുടെ ഫോട്ടോ അവിടെ വെച്ച് കാണാന്ന് പറയുമ്പോൾ സംതിങ് ഫിഷി. അതേപോലെ ആ ഫോട്ടോയിലാണെങ്കിൽ ഒരു കാര്യം വ്യത്യാസമുണ്ട്. എമിലി സാധാരണ കണ്ണെഴുതാറില്ല, എന്നാൽ ഈ ഫോട്ടോയിലാണെങ്കിൽ കണ്ണെഴുതിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോയുടെ അടിയിലായിട്ട് ഹാവ് സം ഫെയ്ത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുകയാണ് സ്റ്റെഫിനിക്ക്. അങ്ങനെ സ്റ്റെഫിനി ഒരു ഫോട്ടോ കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഡെന്നീസിന്റെ കണ്ണിൽ പെടുന്നത്. പക്ഷെ പവർഫുൾ ആൾക്കാരെ നമ്മളെ ചോദ്യം ചെയ്യാൻ വന്ന അങ്ങോട്ട് 4 മറുപടി പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാം എന്നൊരു പാഠം എമിലി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മാത്രം അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ സ്റ്റെഫിനി എമിലിയുടെ ഇപ്പം കിട്ടിയ ഫോട്ടോ മിസ്സിംഗ് എന്നും പറഞ്ഞ് നോട്ടീസ് അടിക്കുന്നു. അത് മാത്രമല്ല, പുള്ളിക്കാരത്തി ഷോണിനെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരിക, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ മിക്ക സമയത്തും ഷോണിന്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റെഫിനി. അപ്പോഴാണ് ഒരു പോലീസുകാരൻ വരുന്നത്. അയാളാണ് നിലവിൽ ഇപ്പൊ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ പേരാണ് അലക്സ്. അങ്ങനെ അലക്സ് കണ്ടെത്തിയ കുറച്ച് ഫൈൻഡിങ്സിനെ കുറിച്ച് പറയുന്നു. മയാമിയിലേക്ക് പോകുന്ന ഓരോ ഫ്ലൈറ്റിന്റെ മാനിഫെസ്റ്റ് ലിസ്റ്റ് എടുത്തപ്പോൾ അതിലൊന്നും എമിലിയുടെ പേരില്ല. സോ അവള് മയാമിയിലേക്കല്ല പോയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായി. പിന്നെ മറ്റൊരു കാര്യം, ഈ റെന്റൽസിൽ നിന്ന് പുള്ളിക്കാരത്തിയാണെങ്കിൽ ഒരു കാർ റെന്റ് എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് കിയ. അതും വെച്ചിട്ട് കുറെ കറങ്ങിയിട്ടുമുണ്ട്. പല ടോൾ ബൂത്തിൽ നിന്ന് അതിന്റെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വൈറ്റ് കിയ, അതിന്റെ നമ്പർ പ്ലേറ്റ്, ഇതാണ് ഇപ്പൊ നിലവിലെ ഫൈൻഡിങ്സ്. ഇതൊക്കെ മാറിയിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ് സ്റ്റെഫിനി. പിന്നെ സ്റ്റെഫിനി ഒന്നും നോക്കിയില്ല, വ്ളോഗ് എടുക്കുന്നു, ഈ ഒരു ഫൈൻഡിങ്സിനെ കുറിച്ച് പറയുന്നു. ഏതൊരു അമ്മമാർ ഈ ഒരു വൈറ്റ് കിയ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് വ്ളോഗൊക്കെ മാറിയിട്ട് ഇപ്പൊ കേസ് അന്വേഷണത്തിന്റെ വ്ളോഗായിട്ട് മാറിയിട്ടുണ്ട്. ഇവളെപ്പോലത്തെ ധാരാളം വീട്ടമ്മമാര് ഇവളുടെ ഈ ഒരു വ്ളോഗ് കാണാറുണ്ട്. സോ അവരെല്ലാവരും ഈ ഒരു വൈറ്റ് കിയ തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വീട്ടമ്മ ഈ ഒരു വൈറ്റ് കിയ കാണുന്നുണ്ട്. മിഷിഗൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കാണുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ അലക്സിനും കിട്ടുന്നുണ്ട് കേട്ടാ. പക്ഷേ ഈ മിഷിഗൺ എന്ന് പറയുന്ന സ്ഥലത്ത് അവൾക്ക് ഫ്രണ്ട്സോ ഫാമിലിയോ ആരുമില്ല. അവൾ സത്യം പറഞ്ഞ ഒരു അനാഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷോണിനൊരു കോള് വരുന്നത്. അതും പോലീസുകാരാണ് വിളിക്കുന്നത്. റെന്റൽ കാർ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ലേക്കിന്റെ സൈഡിൽ നിന്ന്. എന്നാൽ പിന്നീട് അറിയുന്നത് എമിലിയുടെ മരണവാർത്തയായിരുന്നു. അങ്ങനെ എമിലിയുടെ ബോഡി കണ്ടെത്തി. ആ ബോഡിയിൽ അവളുടെ ടാറ്റു ഉണ്ട്, റിംഗ് ഉണ്ട്, പിന്നെ DNA മാച്ചിങ്ങും ആണ്. പിന്നെ പോരാത്തിന് ബോഡിക്കാണെങ്കിൽ അധികം കേടുപാടൊന്നുമില്ല. സോ അത് എമിലിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതൊക്കെ കണ്ടിട്ട് ഷോൺ ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എമിലിയുടെ ഫ്യൂണറൽ കഴിഞ്ഞു.
ഷോണാകെ തകർന്നിരിക്കുകയാണ്. അവനെ നിക്കിനി സമാധാനിപ്പിക്കാനായിട്ട് ആകെ കൂടിയുള്ളത് സ്റ്റെഫനി മാത്രമാണ്. അങ്ങനെ ഷോണിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവർ രണ്ടുപേരും ഇവരറിയാണ്ട് തന്നെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഷോണിന്റെ പുതിയൊരു പാർട്ട്ണറിനെ പോലെ ആവുകയാണ് സ്റ്റെഫനി. അങ്ങനെ പിറ്റേ ദിവസം സ്റ്റെഫനി എമിലിയുടെ വീട്ടിലേക്ക് വരികയാണ്. വന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന എമിലിയുടെ മറ്റേ നേക്കഡ് പെയിന്റിംഗ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അങ്ങ് മാറ്റുന്നു നേരെ എമിലിയുടെ റൂമിലോട്ട്. അപ്പോഴാണ് സ്റ്റെഫനി എമിലിയുടെ റൂം ശരിക്കും ഒന്ന് കാണുന്നത്. കുറെ ഷൂസും ഡ്രസ്സൊക്കെ ആയിട്ട് വൻ ലക്ഷറി സെറ്റപ്പാണ് അതിനകത്ത്. പറയുമ്പോൾ കുറെ കടമുണ്ട്, ജീവിതാകം മുട്ടിയിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെയാണ് എമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ലക്ഷറി സെറ്റപ്പ് കണ്ടിട്ടാകെ കണ്ണ് തള്ളി പോവുകയാണ് സ്റ്റെഫനിയുടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സ് ഇവളെ കാണാൻ വരുന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്. അയൽവാസികളോടൊക്കെ ചോദിച്ചപ്പോൾ എമിലിയും ഷോണും തമ്മിൽ എപ്പോഴും വഴക്കാണ്. പക്ഷെ ഇവർ തമ്മിൽ വഴക്കൂടുന്നൊന്നും ഇന്നേ വരെ സ്റ്റെഫനി കണ്ടിട്ടില്ല. പിന്നിലൊരു ഇഷ്യൂ എന്ന് പറയുന്നത് കടം മാത്രമാണ്. പക്ഷെ ഇതൊന്നുമില്ല ഇവിടുത്തെ ഹൈലൈറ്റ്. എമിലിയുടെ ഓട്ടോപ്സി റിപ്പോർട്ടാണ് അലക്സ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ പറയുന്നതനുസരിച്ച് എമിലിയുടെ ലിവർ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. ആൽക്കഹോളിന്റെ ഓവർ യൂസ് ആണ് കാരണം. അതേപോലെ വേറൊരു ഞെട്ടിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ ഹെറോയിൻ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റെഫനിയുടെ ഇത്രയും കാലത്തെ പരിചയത്തിൽ എമിലി ഹെറോയിൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഹെറോയിന്റെ കാര്യം വന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, അലക്സിന് സ്റ്റെഫനീനെ നല്ല സംശയമുണ്ട്. കാരണം എമിലി മരിച്ചു കഴിഞ്ഞേക്ക് തന്നെ ഇവള് ഷോണിന്റെ ഒപ്പം താമസം തുടങ്ങി. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ കാരണം ഇവർ എമിലിനെ തട്ടിക്കളഞ്ഞതാണോ എന്നൊക്കെയാണ് അലക്സിന്റെ സംശയം. പിന്നെ മറ്റൊരു കാര്യം കൂടെ അലക്സ് പറയുന്നുണ്ട്. എമിലി മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഷോൺ എമിലിയുടെ പേരിൽ ഒരു 4 മില്യൺ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. ഇനി ആ ഇൻഷുറൻസ് എമൗണ്ട് തട്ടാൻ വേണ്ടിയിട്ടാണോ എമിലിനെ കൊന്നിട്ടുണ്ടാവുക എന്നൊരു സംശയം കൂടി ഉണ്ട് പുള്ളിക്കാരന്. സ്റ്റെഫനി, നീ നല്ല രീതിയിൽ സഹകരിച്ച് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ ഒരു കുഴപ്പം കൂടാണ്ട് കേസ് ഞാൻ ക്ലോസ് ചെയ്ത് തരാം എന്നും പറഞ്ഞ് അലക്സ് പോകുന്നു. അങ്ങനെ ഇയാൾ പോയപ്പോൾ തന്നെ സ്റ്റെഫനി എമിലിയുടെ വീട് മൊത്തം സെർച്ച് ചെയ്യുന്നു. അപ്പോഴാണ് മറ്റേ ഇൻഷുറൻസ് പോളിസി വന്ന എൻവലപ്പ് ഉണ്ടല്ലോ അതങ്ങ് കിട്ടുന്നത്. സോ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അങ്ങനെ സ്റ്റെഫനി വേഗം തന്നെ ഷോണിനെ കാണാൻ പോകുന്നു. ഷോണാണെങ്കിൽ ഒരു കോളേജിലത്തെ പ്രൊഫസറാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോണ്ട് പുള്ളിക്കാരൻ ഏതൊരു പെൺകുട്ടീനെ ഹഗ് ചെയ്ത് നിൽക്കുന്നു. ഇത് കണ്ടിട്ട് ഇവൾക്കാണെങ്കിൽ ആകെ സംശയം വരികയാണ്. ഈ പെമ്പിള്ളേരെ കറക്കിയെടുക്കുന്നത് പുള്ളിക്കാരൻ്റെ ഒരു ഹോബിയാണോ എന്നൊരു സംശയമൊക്കെയാണ് ഇവൾക്ക് വരുന്നത്. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കൂടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷോൺ നിക്കിനോട് എങ്ങനെയുണ്ടായിരുന്നു സ്കൂൾ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോഴാണ് നിക്കി ഞെട്ടിക്കുന്നൊരു കാര്യം പറയുന്നത്. ഞാൻ ഇന്ന് അമ്മേനെ കണ്ടു, സംസാരിക്കുകയും ചെയ്തു. പിന്നെ സ്റ്റെഫനി ഓക്കെ അല്ലേ എന്നൊക്കെ അമ്മ ചോദിച്ചു കേട്ടോ. ഇത് കേട്ടേക്ക് ഇവർ വിചാരിക്കുന്നത് പിള്ളേരല്ലേ അമ്മേനെ മിസ് ചെയ്യുന്നോണ്ട് അങ്ങനെ തോന്നുന്നതാവുന്നതാണ്. പക്ഷെ എമിലീനെ നിക്കി മാത്രമല്ല കണ്ടിട്ടുള്ളത്, മൈൽസും കണ്ടിട്ടുണ്ട്. പിന്നെ പോരാത്തിന് നിക്കിയാണെങ്കിൽ ഉറപ്പിച്ച് പറയാണ് അവൻ കണ്ടത് അവൻ്റെ അമ്മേനെ തന്നെയാണെന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ ഇവരാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് സ്റ്റെഫനി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റെഫനി എമിലിക്ക് കൊടുത്ത ബ്രേസ്ലെറ്റ് നിക്കിയുടെ റൂമിൽ നിന്ന് കിട്ടുന്നത്. കൂടാതെ തന്നെ എമിലിയുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ലും നല്ലോണം കിട്ടുന്നുണ്ട്. ഇതൊക്കെ പോയിട്ട് അപ്പം തന്നെ ഷോണിനോട് പറയുന്നു. എന്നാൽ ഷോണാണെങ്കിൽ വലിയ കാര്യമാക്കുന്നില്ല. ഒരു പെർഫ്യൂം അല്ലേ, അത് ചിലപ്പോൾ എമിലിയുടെ പെർഫ്യൂം നിക്കിയെടുത്ത് അടിച്ചതാവും. പിന്നെ ആ ബ്രേസ്ലെറ്റ് അത് ചിലപ്പോൾ അവൾ മരിക്കുന്നതിന് മുമ്പ് നിക്കിക്ക് കൈമാറിയതാവും. കാരണം അങ്ങനെയുള്ള ടിപ്പിക്കൽ സാധനമൊന്നും എമിലി യൂസ് ചെയ്യാറില്ല. അതൊക്കെ പോട്ടെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് അവൾ വില കൊടുക്കാറില്ല. പിന്നെയാണ് ബ്രേസ്ലെറ്റ്. പക്ഷെ ഇവൾക്കാണെങ്കിൽ എമിലിയുടെ പ്രസൻസ് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടേക്ക് ഷോണ് പറയാണ്, നീ അവളുടെ ഡെഡ് ബോഡി കണ്ടതല്ലേ, അവളുടെ കയ്യിലത്തെ ടാറ്റു കണ്ടതല്ലേ, പിന്നെ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത മോതിരവും കണ്ടതല്ലേ. അപ്പോഴാണ് ആ മോതിരത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം പുള്ളിക്കാരത്തി മനസ്സിലാക്കുന്നത്. ആ റിങ് എമിലിക്ക് തലമുറകളായിട്ട് കൈമാറി കിട്ടിയൊന്നുമല്ല, ഷോണിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുത്തതാണ്. ഷോൺ എമിലിയും റിലേഷൻ ആയ സമയത്ത് അമ്മേനെ കാണാൻ വേണ്ടി ലണ്ടനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അമ്മയ്ക്ക് അച്ഛൻ കൊടുത്തൊരു ഗിഫ്റ്റാണ് ആ റിങ്. ആ റിങ് നൈസായിട്ട് അങ്ങ് അടിച്ചു മാറ്റുകയാണ് എമിലി. ഷോണാണെങ്കിൽ ആ റിങ് തിരിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ചുരുക്കി പറഞ്ഞാൽ എമിലി പറയുന്നത് കേൾക്കുന്ന ഒരു പാവയായിട്ട് ആടുകയായിരുന്നു ഇയാള്. അവൻക്ക് അവളെ അത്ര ഇഷ്ടമായിരുന്നു. അവൻ്റെ എഴുത്തു വരെ അവൻ നിർത്തിവെച്ചു. എനിക്കൊരു പിടുത്തം കിട്ടാത്തൊരു സ്വഭാവമാണ് അവളുടേത്. എനിക്ക് മൊത്തത്തിൽ അവളെ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ട് തന്നെ കാലം കുറേയായി. എന്നാൽ നീയുള്ളപ്പോൾ, നീ എൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ എനിക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റുന്നുണ്ട്. തകർന്ന് തരിപ്പണായ എന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നവളാണ് നീ. നിനക്കെന്നെ മനസ്സിലാവുന്നുണ്ട്. നിന്റെ കൂടെ ആയതിനു ശേഷം ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങി. ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെയാണ് ഷോൺ പറയുന്നത്. ഇത് കേട്ടേക്ക് സ്റ്റെഫനി ഇൻഷുറൻസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. എടോ, ആ ഇൻഷുറൻസ് എടുക്കാൻ കാരണം തന്നെ താനാ. താൻ എമിലിയോട് പറഞ്ഞിട്ടില്ലേ തനിക്കൊരു ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളത്, തൻ്റെ ഭർത്താവ് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അത് കേട്ടതിന് ശേഷം അവൾ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചെടുത്തതാണ് ആ ഒരു ഇൻഷുറൻസ്. സത്യം പറഞ്ഞ അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു നല്ല കാര്യം. നിക്കിക്ക് വേണ്ടിയിട്ടാണ് ആ ഇൻഷുറൻസ് എടുത്തത്. അങ്ങനെ ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഷോൺ ഒരു കാര്യം പറയുന്നത്. ഇവൻ്റെ കൂടെ താമസിക്കാൻ അവൻ്റെ പുതിയ വൈഫായിട്ട്, നിക്കിയുടെ അമ്മയായിട്ട്. ഇതൊക്കെ കേട്ടേക്ക് സ്റ്റെഫിനിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി. സോ ഒരു പുതിയ ജീവിതമാണ് തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റെഫനി എമിലിയുടെ റൂം മൊത്തം ക്ലീൻ ചെയ്യുന്നു. അവളുടെ ഡ്രസ്സ്, ഷൂസ് എന്ന് വേണ്ട സകലമാന സാധനം എടുത്ത് യൂസ് ചെയ്യാത്ത റൂമിലോട്ട് മാറ്റുന്നു. എന്നിട്ട് ഇവളുടെ വീട് വിൽക്കാനിടുന്നു. അത് മാത്രമല്ല സ്റ്റെഫനിയുടെ മുഴുവൻ സാധനങ്ങളും അവൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്.
എന്നാൽ അപ്പോഴാണ് അവളങ്ങ് ഞെട്ടുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, ഇവൾ എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്ന എമിലിയുടെ സാധനങ്ങൾ അതേപടി തിരിച്ചു കയറിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാകെ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ് അവള്. ഇനി വല്ല പ്രേതോ മറ്റോ. എന്തായാലും അന്ന് രാത്രി പുള്ളിക്കാരി ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അങ്ങനെ പിറ്റേ ദിവസമായി മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് സ്റ്റെഫിനി. അപ്പോഴാണ് നിക്കി ഒരു ബോംബ് അങ്ങ് പൊട്ടിക്കുന്നത്. സ്റ്റെഫിനി ഇതെൻ്റെ അമ്മ തരാൻ പറഞ്ഞതാ എന്നും പറഞ്ഞൊരു കവർ അങ്ങ് കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് കാറിൻ്റെ കൺട്രോൾ അങ്ങ് പോവുകയാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് ഇടിക്കുന്നില്ല കേട്ടാ. അങ്ങനെ അവർ വീട്ടിലെത്തി. എത്താന്ന് മാത്രമല്ല, ആ കവർ അങ്ങ് തുറന്നു നോക്കുന്നു. നോക്കുമ്പോൾ അതിനകത്ത് ഒരു ഫോട്ടോയാണ്. സ്റ്റെഫിനിയുടെയും ഹസ്ബൻഡിൻ്റെയും സ്റ്റെപ്പ് ബ്രദറിൻ്റെയും ഒരു ഫോട്ടോ. സ്റ്റെപ്പ് ബ്രദറുമായിട്ടുള്ള ഒരു സീക്രട്ട് എമിലിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതും വെച്ചാണ് പുള്ളിക്കാരത്തെ ഹെർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത്. വിളിക്കുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ എമിലിയാണ്. ഹായ് സ്റ്റെഫിനി. എമിലി, താനെങ്ങനെ? ഞാനോ? ഓ, ഞാൻ മരിച്ചതാണല്ലോ അല്ലേ. ഞാനിപ്പോൾ സ്വർഗത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ബൈ ദ വേ, നിന്റെ ബ്ലൗസ് കൊള്ളാട്ടോ. ഇത് കേട്ടേക്ക് അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. സ്റ്റെഫിനീനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എമിലി. പിന്നെ സ്റ്റെഫിനി, എനിക്ക് വേണ്ടിയിട്ട് നീ ആ ഷോണിന് കുറച്ച് കിസ് കൊടുത്തേക്ക്, അതും 4 മില്യൺ തവണ, 4 മില്യൺ. അത് കേട്ടേക്ക് ഒരു കാര്യം ഉറപ്പായി, ഇൻഷുറൻസ് പോളിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നുള്ള കാര്യം. പിന്നെ സ്റ്റെഫിനി ഒന്നും നോക്കിയില്ല, നേരെ പോകുന്ന ഷോണിൻ്റെ അടുത്തോട്ടാണ്. എടോ സത്യം പറ, നീയും എമിലും തമ്മിൽ ഇൻഷുറൻസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഓൾറെഡി 4 മില്യൺ കിട്ടും. അതും പോരാണ്ട് എന്നെയും കൊന്ന് എൻ്റെ ഇൻഷുറൻസ് തട്ടാനാണോ പ്ലാൻ? എടോ താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വെറുതെ അത് ഇതൊക്കെ ആലോചിച്ച് പ്രഷർ കൂട്ടണ്ട. നീ ഇപ്പോൾ സ്ട്രെസ്ഡ് ആണ്. പ്രഷറിൻ്റെ മരുന്നുണ്ട് വീട്ടിൽ, അത് കഴിക്കാൻ നോക്ക്. അപ്പം തന്നെ നീ ഒന്ന് ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോൺ. അങ്ങനെ സ്റ്റെഫിനി വീട്ടിലെത്തി. അപ്പോഴാണ് അവളുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവൾ ഓർക്കാൻ തുടങ്ങുന്നത്. തൻ്റെ ബ്രദറുമായിട്ട് ഇടപഴകുന്നതിൽ പല തവണ മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ട് സ്റ്റെഫിനിയുടെ ഹസ്ബൻഡിന്. സോ അയാൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, മൈൽസ് തൻ്റെ കുഞ്ഞാണോ എന്ന് പോലും അങ്ങേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഡൗട്ടിനെക്കുറിച്ച് അയാൾ സ്റ്റെഫിനിയോട് ചോദിച്ചു. അവളല്ല അല്ല എന്ന് 100 പ്രാവശ്യം പറയുകയാണ്. പക്ഷെ അയാൾക്ക് അത്ര വിശ്വാസം പോരാ. എന്തൊക്കെ പറഞ്ഞാലും സ്റ്റെഫിനി ചെയ്യുന്നത് വലിയൊരു തെറ്റാണല്ലോ. അങ്ങനെ ഡൗട്ടുകളൊക്കെ തീർപ്പാക്കാനായി ബ്രദറിനെയും കൊണ്ട് ഒരു ഡ്രൈവിന് പോവാണ് ഹസ്ബൻഡ്. ആ സമയത്തായിരുന്നു ആക്സിഡൻറ്റ്. 2 പേരും ഒരേ ദിവസം മരിച്ചു. അവൾക്കാണെങ്കിൽ 2 പേരെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും അവരുടെ മരണത്തിന് ശേഷം ഒറ്റപ്പെടൽ മാത്രമായിരുന്നു സ്റ്റെഫിനിക്ക്. ഇക്കാര്യങ്ങളൊക്കെ എമിലിയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇത്രയും വർഷക്കാലം ഒറ്റയ്ക്ക് ആരുമില്ലാണ്ട് ജീവിച്ചിരുന്ന സ്റ്റെഫിനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി. അതായിരുന്നു എമിലി. എന്നാൽ അതാണെങ്കിൽ ഇപ്പം ഇങ്ങനെയായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാണ്ട് മറ്റേ നേക്കഡ് പെയിൻറ്റിംഗ് ഉണ്ടല്ലോ, അതും നോക്കി നിൽക്കുകയാണ് സ്റ്റെഫിനി. അപ്പോഴാണ് ആ പെയിൻറ്റിംഗ് വരച്ച ഫേമസ് പെയിൻറ്ററിൻ്റെ പേര് സ്റ്റെഫിനി അങ്ങ് ശ്രദ്ധിക്കുന്നത്. സോ എമിലിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആ പെയിൻറ്ററിൻ്റെ അഡ്രസ്സ് തപ്പുന്നു. നേരെ അങ്ങോട്ട് പോകുന്നു. ഈ പെയിൻറ്ററിൻ്റെ പേരാണ് ഡയാന. അങ്ങനെ ഡയാനക്ക് ആ പെയിൻറ്റിംഗ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് പുള്ളിക്കാരത്തിക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്നു. അതെന്താണെന്നും ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. താനെന്തിനാ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അല്ല, എമിലി മരിച്ചു, അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് ഡയാന ഞെട്ടിക്കുന്നൊരു കാര്യം പറയുന്നത്. ഇവളുടെ പേര് എമിലി എന്നൊന്നുമല്ല, ക്ലോഡിയ എന്നാണ്. നല്ലൊരു ഫ്യൂച്ചറുള്ള പെയിൻറ്ററായിരുന്നു ഡയാന. എല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴാണ് അവളുടെ കരിയർ നശിപ്പിക്കാനായിട്ട് അവളുടെ ലൈഫിലോട്ട് എമിലി വരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള പേര് എമിലി എന്നല്ല, ക്ലോഡിയ എന്നാണ്. ചുരുക്കി പറഞ്ഞ ഓരോ സ്ഥലത്തും ഓരോ ഐഡൻറ്റിറ്റി. അങ്ങനെ എമിലിയോട് വല്ലാത്തൊരു ഒബ്സഷൻ തോന്നുകയാണ് ഡയാനക്ക്. പിന്നീട് അങ്ങോട്ട് അവളുടെ പടം മാത്രമാണ് ഡയാന വരച്ചിരുന്നത്. അതാണെങ്കിൽ അവളുടെ ക്ലയൻസിനൊന്നും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. എമിലിയുടെ ഫേസ് വരയ്ക്കാൻ അവൾ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. ആകെക്കൂടെ ഫേസ് വരച്ചിട്ടുള്ള പടം ഇത് മാത്രമാണ്. എന്നാൽ ആ പെയിൻറ്റിങ്ങും കൊണ്ട് അവൾ അങ്ങ് മുങ്ങി. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇവളുടെ പടം മാത്രം വരയ്ക്കുന്ന ആളായതുകൊണ്ട് ഡയാനയുടെ കരിയറിനെ അത് നന്നായി ബാധിച്ചു. ഡയാനയാണെങ്കിൽ പാവം, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുത്തിരുന്നു, കടം തീർത്തിരുന്നു. എന്തിന്? കോളേജ് ഫീസ് അടക്കം കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു പ്രണയത്തിൻ്റെ ലൈനായിരുന്നു. എന്നാൽ എമിലി നൈസായിട്ട് അങ്ങ് പറ്റിച്ച് കടന്നു കളഞ്ഞു. അല്ല ഡയാന, എമിലി ഈ ഹെറോയിനൊക്കെ യൂസ് ചെയ്തിരുന്നോ? ഹെറോയിനോ? കുടിക്കാറുണ്ട് എന്നല്ലാണ്ട് ഡ്രഗ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അവളുടെ അഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടാവോ? അപ്പോഴാണ് ഒരു ടീഷർട്ട് അങ്ങ് കൊടുക്കുന്നത്. ഈ ഒരു ടീഷർട്ട് മാത്രമാണ് എമിലി ഇവിടെ ഇട്ടിട്ട് പോയിട്ടുള്ളത്. എല്ലാവരുടെയും കണ്ണിൽ പുള്ളിക്കാരത്തി ഒരു അനാഥയാണ്. ഈ ടീഷർട്ടാണെങ്കിൽ ഒരു ബൈബിൾ ക്യാമ്പിൻ്റെ ടീഷർട്ടാണ്. അങ്ങനെ നേരെ ആ ക്യാമ്പിലോട്ട് പോകുന്നു. എന്നിട്ട് അവരുടെ ഇയർ ബുക്ക് വാങ്ങുന്നു. ഈ ബൈബിൾ ക്യാമ്പിൽ പണ്ട് മുതൽ ഇതുവരെയുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഈ ഇയർ ബുക്കിനകത്ത് ഉണ്ടാവും. അങ്ങനെ ഒരു ട്വിൻസിൻ്റെ ഫോട്ടോ കാണുന്നു, അതും ഐഡൻറ്റിറ്റിക്കൽ ട്വിൻസ്. എമിലി മരിച്ചപ്പോൾ ഡെഡ് ബോഡി സ്റ്റെഫിനി കണ്ടതാണ്. എന്നാൽ എമിലി ആണെങ്കിൽ ജീവനോടെ ഉണ്ട് താനും. വിച്ച് മീൻസ് ഒരേ DNA ഉള്ള ഐഡൻറ്റിക്കൽ ട്വിന്നായിരിക്കണം മരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പിള്ളേരുടെ ഡീറ്റെയിൽസ് എടുക്കുന്നു. ഹോപ്പ് മെക്ലാൻഡൻ, ഫെയ്ത്ത് മെക്ലാൻഡൻ. ഓഫീസിൽ നിന്ന് കിട്ടിയ എമിലിയുടെ ഫോട്ടോയുടെ അടിയിലും ഹാവ് സം ഫെയ്ത്ത് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ മെക്ലാൻഡൻ എന്ന ലാസ്റ്റ് നെയിം വെച്ചിട്ട് അവരുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചു. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് സ്റ്റെഫിനി, അതും ഒരു സെർവൻറ്റിൻ്റെ വേഷത്തിൽ. അപ്പോഴാണ് ബ്രൂസ് എന്ന് പറയുന്ന ജോലിക്കാരനെ കാണുന്നത്. അയാളാണെങ്കിൽ ഫുൾ ടൈം തോക്കും കൊണ്ടാണ് നടക്കുക. അങ്ങനെ അയാൾ പുറത്തു പോയ സമയം നോക്കിയിട്ട് നൈസായിട്ട് അങ്ങ് അകത്ത് കയറുകയാണ് സ്റ്റെഫിനി. അപ്പോഴാണ് ആ വീടിൻ്റെ തൊട്ട് സൈഡിലായിട്ട് മറ്റൊരു വീട് കാണുന്നത്.
എന്നാൽ ആ വീടാണെങ്കിൽ കത്തി നശിച്ച നിലയിലാണ്. ഇവരാണ് ഷെറി, നേരത്തെ കണ്ട ഹോപ്പ് ആൻഡ് ഫെയ്ത്തിന്റെ അമ്മ. ഇവർക്കാണെങ്കിൽ ഓർമ്മക്കുറവുണ്ട് കേട്ടാ. ഇപ്പൊ പറഞ്ഞതാവില്ല, കുറച്ച് കഴിഞ്ഞാ പറയാ. ഇവിടെ സർവൻ്റായിട്ട് കയറിപ്പറ്റിയ സ്റ്റെഫനി ചത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ബാത്റൂം അടക്കം കഴുകുകയാണ്. അങ്ങനെ ഈ സമയത്താണ് ഹോപ്പിൻ്റെയും ഫെയ്ത്തിൻ്റെയും കുറച്ച് വലുതായതിനു ശേഷമുള്ള ഒരു ഫോട്ടോ കാണുന്നത്. അത് കണ്ടേക്ക് ഉറപ്പിച്ചു, ഹോപ്പ് അല്ലെങ്കിൽ ഫെയ്ത്ത് ഇതിലൊരാളാണ് മരിച്ചിരിക്കുന്നതെന്ന്, അതേപോലെ ഒരാളാണ് ജീവനോടെ ഉള്ളതെന്നും. സോ ഹോപ്പ് ആൻഡ് ഫെയ്ത്തിൽ ആരാണ് എമിലി എന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നൈസായിട്ട് ഷെറിയുമായിട്ട് അങ്ങ് കമ്പനിയാവുന്നത്. അല്ല ഷെറി, നിങ്ങളുടെ മക്കളിപ്പോൾ എവിടെയുണ്ട്? പ്രത്യേകിച്ച് ഫെയ്ത്ത്. ആ നാശത്തിൻ്റെ പേര് പറഞ്ഞു പോരുത്. നരകത്തിൽ നിന്ന് നേരിട്ട് വന്ന ഐറ്റാണത്. അവളുടെ റീഹാബിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പൈസയാണ് ഞങ്ങൾ ചിലവാക്കിയത്. കൂട്ടത്തിൽ കുറച്ചേലും ബോധമുണ്ടായിരുന്നത് ഹോപ്പിനായിരുന്നു. ഹോപ്പാണ് ഫെയ്ത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പറഞ്ഞ ഹോപ്പാണെങ്കിൽ വായെടുത്താൽ നുണേ പറയൂ. സ്വന്തം അമ്മ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരത്രത്തോളം ഫെയ്ത്തിനെ വെറുക്കുന്നുണ്ടാവും. ഓഫീസിൽ നിന്ന് കണ്ട ഫോട്ടോ അനുസരിച്ച് ഫെയ്ത്ത് തന്നെയാണ് എമിലി. അങ്ങനെ സ്റ്റെഫിനി ആ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് ഷെറിയാണെങ്കിൽ അങ്ങ് കലി തുള്ളുകയാണ്. എന്തിനാണ് ഫെയ്ത്തിൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട്. സോ ഫോട്ടോയിലുള്ള ആൾ ഫെയ്ത്ത് തന്നെയാണ്. അന്ന് ഞങ്ങളുടെ വീടിന് തീ പിടിച്ചപ്പോൾ എനിക്ക് നഷ്ടമായത് എൻ്റെ ഹസ്ബൻഡിനെയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രൂസ് അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടേക്ക് സ്റ്റെഫനി വേഗം തന്നെ സ്ഥലം വിടുന്നു. അങ്ങനെ അവൾ നേരെ പോകുന്നത് ഒരു ന്യൂസ് പേപ്പർ ഏജൻസിയിലോട്ടാണ്. എന്നിട്ട് 20 വർഷം മുമ്പുള്ള എല്ലാ പത്രവും എടുക്കുന്നു. അതിലുണ്ട് 20 വർഷം മുന്നേ കത്തിയെരിഞ്ഞ വീടിനെക്കുറിച്ചുള്ള വാർത്ത. ആ വീടാണ് ഷെറിയുടെ വീട്. ആ തീപിടുത്തത്തിൽ ഷെറിയുടെ ഹസ്ബൻഡും മരിച്ചു, മക്കളായ ട്വിൻസിനെ കാണാണ്ടാവുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി പുള്ളിക്കാരുത്തി ഒരു വ്ളോഗ് ഇടുന്നു. സ്റ്റെഫനിക്ക് മനസ്സിലായി എമിലി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. സോ ഇത്രയായിട്ട് കളിപ്പിച്ചതല്ലേ, ഒരു ഡോസ് അങ്ങോട്ട് കൊടുക്കാണ്ടിരുന്ന അത് സ്റ്റെഫനിക്കാണ് മോശം. ഇവളുടെ വ്ളോഗ് എന്തായാലും എമിലി കാണാണ്ടിരിക്കില്ല. അങ്ങനെ സ്റ്റെഫനി എമിലിയുടെ പണ്ടത്തെ ഒരു ഫോട്ടോ കാണിക്കുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ എമിലിയുടെ നാട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതായത് മിഷിഗണിൽ. അവിടെ ഒരു ഗംഭീര ബൈബിൾ ക്യാമ്പുണ്ട്. അവിടെ നിന്ന് കിട്ടിയൊരു ഫോട്ടോ ആണത്. ബാക്കിയുള്ളവർക്ക് എമിലി മരിച്ചു കാണും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എമിലി, ഐ ഹോപ്പ് യു ആർ ഓക്കെ ആൻഡ് ഹാവ് സം ഫെയ്ത്ത്. ഹോപ്പ് എന്ന പേരും ഫെയ്ത്ത് എന്ന പേരും ഒറ്റ ഡയലോഗിൽ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്റ്റെഫനി. ഇത് കേട്ടേക്ക് എമിലിക്ക് ഒരു 8ന്റെ പണിയാണ് മണക്കുന്നത്. എന്നാൽ സ്റ്റെഫനി ഇതുകൊണ്ടൊന്നും നിർത്തിയില്ല. എമിലി ഇത്രയും നാടകം കളിക്കുന്നത് മിക്കവാറും ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാവും. അതില്ലാണ്ടാക്കാനായിട്ട് ഇൻഷുറൻസ് ഏജന്റിനെ വിളിക്കുന്നു. എന്നിട്ട് എമിലി ട്വിൻസ് ആണെന്നും ബാക്കിയുള്ള എവിഡൻസും നിരത്തുന്നു. സോ മരിച്ചത് എമിലിയാണെന്ന് ഇൻഷുറൻസുകാർക്ക് ഒരു ഉറപ്പുമില്ല. ഇനി ക്യാഷ് കിട്ടാനായിട്ട് കുറച്ച് വിഷമിക്കും. അതിൻ്റെ ഇടയിലാണ് എമിലി ഷോണിനെ അങ്ങ് കാണാൻ വരുന്നത്. ഇവള് ജീവനോടെ വരുന്നത് കണ്ടിട്ടാകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഷോൺ. എമിലി, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം? നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ മരണവാർത്ത അറിഞ്ഞപാട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ. അതെല്ലാം പോട്ടെ, നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് മര്യാദക്ക് നിൽക്ക്. ഞാനിതെല്ലാം ചെയ്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേതൊരു രാജ്യത്ത് പോയിട്ട് സെറ്റിലാവാം. മരിച്ചു എന്നുള്ള നാടകം കളിക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനാ നിക്കിൻ്റെ പിന്നാലെ പോയത്? എനിക്ക് അവനെ അത്ര ഇഷ്ടമാണ്. അവനെ പിരിഞ്ഞിരിക്കാൻ എന്നെക്കൊണ്ടാവില്ല. എൻ്റെ ഈ നശിച്ച ജോലി കാരണം അവൻ്റെ കൂടെ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സുഖ ജീവിതമായിരിക്കും. ഇതിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ് ഗണ്ണാണ് ഷോണിനെ നേരെ പിടിക്കുന്നത്. ഇനി പറ, നീ എന്നെയാണോ സ്നേഹിക്കുന്നത് അതോ സ്റ്റെഫനീനെയാണോ? ഇത് കേട്ടേക്ക് പേടിച്ചിട്ട് പറയാണ്, നിന്നെ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അവളോടുള്ളത് വെറും സെക്സ് മാത്രമാണ്. ഗ്രേറ്റ്. ഇനി നീ എങ്ങാനും പിന്മാറിയ ഇതൊക്കെ നിന്റെ പ്ലാനാന്നും പറഞ്ഞ് നിന്നെയും കൂടെ ഞാനങ്ങ് കൊണ്ടുപോകും, മനസ്സിലായ എന്നും പറഞ്ഞ് എമിലി അങ്ങ് പോകുന്നു. അങ്ങനെ ഷോൺ വീട്ടിലെത്തി. എന്നാൽ അവിടെയാണ് അടുത്ത ബോംബ് അങ്ങ് പൊട്ടുന്നത്. സ്റ്റെഫനി നൈസായിട്ട് ഇൻഷുറൻസ് ഏജന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കൊണ്ടുവരികയെന്ന് മാത്രമല്ല അവളുടെ ഫൈൻഡിങ്സിനെ കുറിച്ച് അങ്ങ് പറയുന്നു. അങ്ങനെ ഏജന്റ് പറയാണ്, മിസ്റ്റർ ഷോൺ, നിങ്ങളുടെ വൈഫിന് ഒരു ട്വിൻ സിസ്റ്റർ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയോ? അറിയില്ല. അവൾ എല്ലാ കാര്യവും പ്രൈവറ്റ് ആക്കിയിട്ടാണ് വെക്കാറ്. എന്തായാലും ഇൻഷുറൻസ് ഞങ്ങൾക്കൊന്ന് ഹോൾഡ് ചെയ്യേണ്ടി വരും. മരിച്ചത് സിസ്റ്ററാണോ എമിലിയാണോ എന്നുള്ളത് പോലീസുകാർ തെളിയിക്കട്ടെ, അതിനുശേഷം നോക്കി ഇൻഷുറൻസ് എന്നും പറഞ്ഞ് അവരങ്ങ് പോകുന്നു. ചുരുക്കി പറഞ്ഞ പ്ലാൻ മൊത്തത്തിൽ പാളിയിട്ടുണ്ടെന്നർത്ഥം. അങ്ങനെ അന്ന് രാത്രി സ്റ്റെഫനി ഉറപ്പിച്ചു എമിലിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. പക്ഷെ അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എവിടെ വെച്ച് കാണും, എങ്ങനെ കാണും, ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് അവളുടെ വ്ളോഗ് അങ്ങ് യൂസ് ചെയ്യുന്നത്. ഹായ് ഗൈസ്, ഞാനേ നാളെ എമിലിയുടെ കല്ലറയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാൻ. നിങ്ങളും പ്രാർത്ഥിക്കുക. ഇതെന്തായാലും എമിലി കേൾക്കാണ്ടിരിക്കില്ല. അങ്ങനെ പിറ്റേ ദിവസം മാർട്ടീനിസ് റെഡിയാക്കി എമിലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവള്. അങ്ങനെ എമിലി വന്നു. എമിലി, നീയാൾ കൊള്ളാലോ, നിങ്ങൾ ട്വിൻസ് ആയിരുന്നല്ലേ? അപ്പോഴാണ് അവളുടെ കഥ അങ്ങ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ ട്വിൻസ് അല്ല, ട്രിപ്പിൾസ് ആയിരുന്നു. അതായത് 3 കുട്ടികൾ. അതിൽ ഒരാളെ വയറ്റി വെച്ചിട്ട് തന്നെ അമ്മയങ്ങ് ഇല്ലാണ്ടാക്കി. പക്ഷെ ഇതൊന്നും അച്ഛനറിയില്ലാട്ടാ. ഈ കുട്ടിക്ക് ഇടാൻ വെച്ചിരുന്ന പേരാണ് ചാരിറ്റി. അങ്ങനെ പിള്ളേര് വലുതായി, 16 വയസ്സായി. ഹോപ്പിൻ്റെയും ഫെയ്ത്തിൻ്റെ അച്ഛൻ മാരക സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ പോരാത്തിന് ഫെയ്ത്ത് ആണെങ്കിൽ ഹെറോയിൻ അഡിക്റ്റും. മരിച്ചു എന്ന് പറയപ്പെടുന്ന എമിലി ഹെറോയിൻ യൂസ് ചെയ്യാറുണ്ട്. വിച്ച് മീൻസ് നമ്മുടെ എമിലിയാണ് ഹോപ്പ്, മരിച്ചത് ഫെയ്ത്തും. അങ്ങനെ അച്ഛൻ്റെ സ്ട്രിക്റ്റ് കൂടിക്കൂടി വന്നപ്പോൾ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു.
അതിന്റെ ഭാഗമായിട്ടാണ് വീടിന് തീവച്ച് അച്ഛൻ അതിൽ കിടന്ന് വെന്ത് മരിച്ചു. ഇവർ രണ്ടുപേരും കൂടെ നാട് വിടുകയും ചെയ്തു. അതിനുശേഷം ആരും കണ്ടുപിടിക്കാണ്ടിരിക്കാൻ ഒരു ഫോട്ടോ പോലും ഇവരെടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഒരാൾ നോർത്തിലേക്കും ഒരാൾ സൗത്തിലേക്കും പോകുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും ടാറ്റു അടിക്കുന്നു. അതിനകത്തുള്ള ഒരു ചാരിറ്റി സിമ്പിൾ ഉണ്ടല്ലോ, അത് വയറ്റി വെച്ച് കൊന്നു കളഞ്ഞ ചാരിറ്റിയുടെ ഓർമ്മക്കായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങിയതിന് ശേഷം കാണാമെന്നും പറഞ്ഞിട്ട് അവർ രണ്ട് വഴിക്കാവുന്നു. എന്നാൽ ഫെയ്ത്ത് എമിലീനെ പിന്നെ കാണാൻ വന്നിട്ടില്ല. 14 വർഷം ഫെയ്ത്ത് എന്നെ തനിച്ചാക്കി. അങ്ങനെ ഞാൻ പുതിയൊരു ലൈഫ് തുടങ്ങി, ഷോണുമായിട്ടുള്ള ലൈഫ്. എങ്ങനെയാണ് ഫെയ്ത്ത് മരിച്ചത്? അപ്പോഴാണ് കഥയുടെ ബാക്കി അങ്ങ് പറയുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഫെയ്ത്ത് എമിലിയെ കോൺടാക്ട് ചെയ്തു. ഇവർ ട്വിൻസ് ആണെന്ന് ബാക്കിയുള്ളവർ അറിഞ്ഞാൽ ഇവരുടെ ഇത്രയും കാലത്തെ സീക്രട്ട് പുറത്തു വരും. സോ ആരും അറിയാണ്ട് മയാമി എന്ന പേരിൽ നേരെ മിഷിഗണിലോട്ട് ഫെയ്ത്തിനെ കാണാൻ പോവുകയാണ് എമിലി. അതും അവരുടെ പഴയ ക്യാബിനിലോട്ട്. ഫെയ്ത്ത് ആണെങ്കിൽ ഒട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല അതേ ഹെറോയിൻ അഡിക്ഷൻ. ഈ ഒരു ഡ്രഗ് യൂസ് കാരണം പുള്ളിക്കാരത്തിയുടെ കയ്യിൽ ഒന്നുമില്ല. സോ അവൾക്ക് ആവശ്യം പൈസയാണ്. അതും 1-2 1 മില്യൺ ആണ് ചോദിക്കുന്നത്. ഇത്രയും കാലം എമിലി കാത്തിരുന്നിട്ട് ഇന്നേ വരെ ഫെയ്ത്ത് വന്നിട്ടില്ല. എന്നാൽ പൈസയുടെ കാര്യം വന്നപ്പോൾ ഫെയ്ത്ത് ഇവളെയും തേടിയെത്തി. നീ എനിക്ക് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സീക്രട്ട് എല്ലാവരും അറിയും, ഞാൻ പോലീസിനോട് പറയും. പണ്ടത്തെ ട്വിൻസിനെ പോലീസുകാർ ഇപ്പോഴും സെർച്ച് ചെയ്യുന്നുണ്ട്. എനിക്കെന്തായാലും ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിനക്കാണേലോ ഷോൺ, നിന്റെ മകൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പൈസ തന്നില്ലെങ്കിൽ എന്നോടൊപ്പം ജയിലിൽ കിടക്കാം. ഇത് കേട്ടേക്കാകെ ഞെട്ടിയിരിക്കണം എമിലി. ഇവളാണെങ്കിൽ ആകെ കടത്തിലാണ്. പക്ഷെ പൈസ കൊടുക്കാന്നല്ലാണ്ട് അവളുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. വീട് വിറ്റിട്ടായാലും തരാന്നാണ് എമിലി പറയുന്നത്. ഇതൊക്കെ കേട്ടേക്ക് ഫെയ്ത്ത് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. അങ്ങനെ ആ ഹാപ്പിനെസ്സിൽ ലേക്ക് ചാടുകയാണ് ഫെയ്ത്ത്. അപ്പോഴാണ് എമിലിയുടെ ബുദ്ധി ഉദിക്കുന്നത്. കടം കയറി ലൈഫ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഐഡിയ, രാക്ഷസിയായ ഫെയ്ത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, ഫെയ്ത്തിൻ്റെ കൂടെ ലേക്ക് ചാടുന്നു, തകർത്തഭിനയിക്കുന്നു, മുക്കിക്കൊല്ലുന്നു. എന്നിട്ട് നൈസായിട്ട് ആ മോതിരം അവൾക്കങ്ങ് ഇട്ടുകൊടുക്കുകയാണ്. സോ കാര്യങ്ങളെല്ലാം ക്ലീൻ. പക്ഷെ ലേക്ക് ചാടി സൂയിസൈഡ് ചെയ്തു എന്നാണ് എമിലി സ്റ്റെഫിനിയോട് പറയുന്നത്. അത് മാത്രമല്ല, ഫെയ്ത്ത് മരിച്ചറിഞ്ഞപ്പോൾ ഷോൺ ഉണ്ടാക്കിയ പ്ലാനാണ് ബാക്കി നടന്ന ഇൻഷുറൻസ് നൂലാമാല എന്നൊക്കെയാണ് എമിലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടേക്ക് സ്റ്റെഫിനി ആദ്യം വിശ്വസിക്കുന്നില്ലേലും പിന്നീട് വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞ എമിലി പറഞ്ഞതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങിയിരിക്കുകയാണ് സ്റ്റെഫിനി. എന്തായാലും നീ കാരണം ഇൻഷുറൻസ് ഇല്ലാണ്ടായി. പിന്നെ നിന്റെ വ്ളോഗാണെങ്കിൽ അത്യാവശ്യം ഫേമസ് ആവുകയും ചെയ്തു. എനിക്കാവശ്യം എൻ്റെ നിക്കീനെ മാത്രമാണ്. ഷോണിൻ്റെ കാരനാണ് ഞാൻ ഇത്രയും ചെയ്തു കൂട്ടിയത്. സോ അവൻക്കിട്ടൊരു പണി കൊടുക്കണം. സ്റ്റെഫിനിയുടെ കണ്ണിലാണെങ്കിൽ അവളെയും പറ്റിച്ച ഒരാളാണ് ഷോൺ. പിന്നെ പറയണ്ടല്ലോ, അവൻക്കിട്ട് പണി കൊടുക്കാൻ എമിലിയുടെ കൂടെ നിൽക്കുന്നു. ഈ ഇൻഷുറൻസുകാരാണെങ്കിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നിന്ന എല്ലാം ചെയ്തത് എമിലിയാണെന്ന് തെളിയും. സോ ആദ്യമേ എല്ലാ കുറ്റവും ഷോണിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് എമിലിയുടെ പ്ലാൻ. അങ്ങനെ എമിലി ഒരു സ്പാനർ കൊണ്ട് സ്വയം മുറിവുണ്ടാക്കുന്നു. എന്നിട്ടൊരു വിക്ടിമിനെ പോലെ പോലീസ് സ്റ്റേഷനിലോട്ട് അങ്ങ് കയറി വരികയാണ് എമിലി. എന്നിട്ട് പുതിയൊരു കഥയുണ്ടാക്കുന്നു. തൻ്റെ ട്വിൻ സിസ്റ്ററായ ഫെയ്ത്തിനെ ഷോൺ കൊന്നു. എന്നിട്ട് ഇൻഷുറൻസ് കിട്ടാനായിട്ട് സ്വന്തം വൈഫിനെ പൂട്ടിയിട്ടു കുറേ കാലം. ഇതൊക്കെ കേട്ട പോലീസുകാർ ഷോണിനെ അങ്ങ് അറസ്റ്റ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ചെയ്തു കൂട്ടിയ എമിലി പിന്നെയും ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഷോണിന് തൽക്കാലത്തിന് ബെയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഷോൺ വേഗം തന്നെ വീട്ടിലോട്ട് പോകുന്നു. എന്നാൽ അവിടെ ഏതാ എമിലി തനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട് എന്നുള്ളത് നീ എന്തിനാണ് മറച്ചു വെച്ച് എന്നും പറഞ്ഞ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റെഫിനീനെ കാണിക്കുന്നത്. പുള്ളിക്കാരത്തി ഗണ്ണും പിടിച്ച് ഷോണിനെ കൊല്ലാൻ നിൽക്കുകയാണ്. എമിലിയും ഷോണും കൂടെ സ്റ്റെഫിനീനെ യൂസ് ചെയ്തിരുന്നല്ലോ. പക്ഷെ ഷോണാണെങ്കിൽ ഒരു തേങ്ങ അറിഞ്ഞിട്ടില്ല കേട്ടാ. അങ്ങനെ ഗണ്ണും കൊണ്ട് വീട്ടിലോട്ട് വരുന്നു. ഇത് കണ്ടിട്ട് ഷോണാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. രണ്ടുപേരും എന്നെ വല്ലാണ്ട് യൂസ് ചെയ്തു. എടാ ഷോണേ, നീ എന്നെ ചതിക്കുമെന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നും പറഞ്ഞ് ഷോണിനെ കൊല്ലാൻ നിൽക്കുകയാണ് സ്റ്റെഫിനി. ഇത് കണ്ടേക്ക് എമിലിക്കാണെങ്കിൽ നല്ലവണ്ണം പേടിയാവുന്നുണ്ട്. ഷോണിനെ ജയിലിലേക്ക് പറഞ്ഞേക്കാം എന്ന് മാത്രമാണ് പുള്ളിക്കാരിയുടെ പ്ലാൻ. സ്റ്റെഫിനി, അവനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? ജയിലിലേക്ക് പറഞ്ഞേച്ചാ പോരെ? നിന്റെ സിസ്റ്ററിന്റെ മരണം ബെനിഫിറ്റ് ആക്കിയ ഒരാളാണ് ഷോൺ. അവനെ കൊല്ലാണ്ട് ജയിലിലേക്ക് വിടാനോ? എന്തൊക്കെ പറഞ്ഞാലും അവനല്ലല്ലോ കൊന്ന്. പിന്നെ ആരാ പറ? എന്തായാലും അതൊരു സൂയിസൈഡല്ല എന്നും പറഞ്ഞ് കലിപ്പാവാണ് സ്റ്റെഫിനി. പെട്ടെന്നാണ് അബദ്ധവശാൽ ഗണ്ണങ്ങ് പൊട്ടുന്നത്, അതും ഷോണിന്റെ നെഞ്ചത്തോട്ട്. അതോടുകൂടി അങ്ങേരുടെ ബോധം പോകുന്നു. സ്റ്റെഫിനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഷോണിന്റെ മരണം കണ്ട എമിലി സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. എന്നാൽ ഒറ്റയടിക്ക് അവളുടെ മട്ടും ഭാവങ്ങ് മാറുകയാണ്. സംഭവം വേറെ ഒന്നുമില്ല, ഇത്ര നേരം സ്റ്റെഫിനിയും ഷോണും കൂടെ അഭിനയിക്കായിരുന്നു. സ്റ്റെഫിനിക്ക് നല്ലവണ്ണം അറിയാം ഷോൺ ഈ കേസിൽ നിരപരാധിയാണ്. സോ കേസിൽ നിന്ന് അവൻ്റെ പേര് ഒഴിവാക്കാനും എമിലീനെ കൊടുക്കുവാനും ഇവരൊരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനാണ് ഈ ഡ്രാമ. ഇവർ പറയുന്നൊക്കെ കേൾക്കാനായിട്ട് പോലീസുകാർ ഫുള്ള് മൈക്ക് വെച്ചിട്ടുണ്ട്. എന്നാൽ എമിലി ഏതാ മുതൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ മൈക്ക് അങ്ങ് ഡിസ്കണക്ട് ചെയ്തു. എന്നിട്ട് പോലീസുകാരെ മൊത്തം വഴിതിരിച്ചു വിട്ടു. നിന്റെ വിചാരം എന്താ? നീ വല്ല CID ആന്നാ? എന്നാ കേട്ടോ, ഞാൻ തന്നെയാണ് ഫെയ്ത്തിനെ കൊന്നത്. അവളെ മാത്രമല്ല നിന്നെയും ഇവനെയും ഒക്കെ ഞാൻ കൊല്ലാൻ പോവുക എന്നും പറഞ്ഞ് ഗണ്ണെടുത്ത് അങ്ങ് പൊട്ടിക്കുകയാണ് ഷോണിന് നേരെ. എന്തൊരു ഭാഗ്യത്തിന് ഷോൾഡറിലാണ് വെടിയേൽക്കുന്നത്. അങ്ങനെ സ്റ്റെഫിനീനെ കൊല്ലാൻ നിൽക്കുകയാണ് എമിലി. എന്നാൽ എപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് പൊട്ടിക്കുന്നത്? ഇവിടെ നടക്കുന്നതെല്ലാം അവളുടെ വ്ളോഗ് വഴി ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കുടിക്കിൻ്റെ ഇടയിൽ ഒരു ക്യാമറയുണ്ട്. ഇത് കണ്ടേക്ക് എമിലി ആണെങ്കിൽ വേഗം തന്നെ ഓടുകയാണ്. സ്റ്റെഫിനി പിന്നാലെ തന്നെ ഉണ്ട് കേട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റെഫിനീനെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നത്.
ആ ഒരു കറക്റ്റ് സമയത്താണ് ഇവളുടെ വ്ളോഗ് സ്ഥിരം കാണാറുള്ള ഒരു വീട്ടച്ഛൻ എമിലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നത്. പക്ഷെ അവൾ മരിച്ചിട്ടില്ല കേട്ടാ. അങ്ങനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചു. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം സ്റ്റെഫിനിയുടെ ഒരു വ്ളോഗാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗ് മാത്രമല്ല, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള വലിയൊരു ചാനലാണ്. പിന്നെ പോരാത്തതിന് തെളിയിക്കാൻ പറ്റാത്ത കേസുകളൊക്കെ അവൾ എടുക്കാനും തുടങ്ങി. പിന്നെ നമ്മുടെ ഷോണാണെങ്കിൽ പുതിയൊരു നോവൽ എഴുതിയിട്ടുണ്ട്. നിക്കവൻ്റെ കൂടെ ഹാപ്പിയാണ് കേട്ടാ. പിന്നെ നമ്മുടെ എമിലി, അവള് ജയിലിലത്തെ ലൈഫിനോട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.